കാൽച്ചുവട്ടിൽ ഒരു കുഞ്ഞ് കിടന്ന് കരയുമ്പോൾ ഉമ്മാന്റെ മാറിടം പറയുന്നുണ്ട്, ഇങ്ങോട്ട് ചേർത്ത് വെക്ക്. 9 മാസം കൊണ്ട് നടന്നതാണ്. ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം സഹിച്ചിട്ടാണ് ഒരു ഗർഭം, ഒരു പ്രസവം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ക്ഷീണം എന്നല്ല, ഇരട്ടി ക്ഷീണം എന്നാണ്. അങ്ങനെ നൊന്ത് പെറ്റ ഒരു കുഞ്ഞ് കാൽച്ചുവട്ടിൽ നിന്ന് കരയുമ്പോ ഭർത്താവ് വന്നിട്ട് നോക്കാണ്, ആണോ പെണ്ണോ. പെണ്ണാണ് എന്നറിഞ്ഞാൽ എലിയെ പിടിച്ചു കൊണ്ടുപോകും പോലെ കൊണ്ടുപോയിട്ട് നേരത്തെ ഉണ്ടാക്കിയ കുഴിയിലേക്ക് ഒരു ഏറ് വെച്ചു കൊടുക്കും, അവിടെ കിടന്ന് ചത്തോളണം. ഒരു രീതി അങ്ങനെയാണ്. രണ്ടാമത്തെ രീതി വലിയ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് വലിച്ചൊരേറ് വെച്ചു കൊടുക്കും. ചിലർക്ക് അങ്ങനെ കൊല്ലാനായിരുന്നു ഇഷ്ടം. കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ വലിയ കുന്നിന്റെ മോള് കൊക്കയിലേക്ക് വലിച്ചൊരേറ് വെച്ചു കൊടുക്കും. വേറെ ചില ആളുകൾ കുഞ്ഞുമോളെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിക്കൊല്ലാനായിരുന്നു ചിലർക്ക് ഇഷ്ടം. ആലോചിച്ചു, നിഷ്കളങ്കയായ ആ പൈതലിനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിക്കൊന്നു അറബികൾ. വേറെ ചില ആളുകൾ ആ കുഞ്ഞുമോളെ കിടത്തിയിട്ട് അവളുടെ കഴുത്തിൽ കത്തിവെച്ചിട്ട് അറുത്തിട്ടാണ് കൊന്നത്. അപ്പൊ കൊല്ലുന്നതിൽ എല്ലാവരും ഇത്തിഫാഖാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്താണ് ആമിന ബീവിയുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമാമ എന്ന് പറയുന്ന മോളെ ചുമലിൽ വെച്ച് നിസ്കരിച്ചത്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന വേണ്ടാത്ത മുതലല്ല കേട്ടോ, ഇത് നിസ്കാരത്തിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന മുതലാണ്. ആരെങ്കിലും 2 പെൺമക്കളെ വളർത്തിയാൽ പ്രകമ്പനം കൊണ്ട ഒരു പ്രഖ്യാപനമാണത്. ആ പെൺകുട്ടികളുടെ ബാപ്പയും ഞാനും നാളെ ഇങ്ങനെ ആയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലരുടെയും കണ്ണു തുറന്നു, പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നു. കൂട്ടത്തിൽ ഒരാൾ വന്നു, തഫ്സീറുർ റാസി, അന്ന റജുലൻ, ഒരാൾ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് മാ അജിദു ഹലാവത്തൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാമിന്റെ ഒരു മധുരം ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇസ്ലാമിൽ അംഗമാണ്, പക്ഷേ ഇസ്ലാമിന്റെ സ്വീറ്റ്നസ്, ഇസ്ലാമിന്റെ മധുരം എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഇതും പറഞ്ഞിട്ടാണ് അയാൾ വന്നത്. എന്താ അതിന് കാരണം? അയാൾ പറഞ്ഞു, മറ്റൊന്നുമല്ല, എനിക്കൊരു മകളുണ്ടായിരുന്നു. ഖദ് കാനത് ലീ ഫിൽ ജാഹിലിയ്യത്തി ഇബ്നത്തുൻ, ആ വിവരമില്ലാത്ത കാലത്ത് എനിക്കൊരു മോളുണ്ടായിരുന്നു. ആ മോളാണ് ഇന്ന് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ മോളെ പ്രസവിച്ച ഉടനെ തന്നെ എന്റെ നാട്ടുകാർ പറഞ്ഞു, കൊന്നുകളയാൻ പറഞ്ഞു. എന്റെ കുഞ്ഞുമോളുടെ ആ നിഷ്കളങ്ക മുഖം കണ്ടപ്പോൾ എനിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, കൊല്ലരുത്.